CPM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണം ചേർന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ആവശ്യമായ പശ്ചാത്തല സൗകര്യമുണ്ടാക്കണം. അതിന് ഈ പറയുന്ന സ്ഥാപനങ്ങളെല്ലാം കൂടി തന്നെ മുൻകൈ എടുക്കുകയാണ് വേണ്ടത്. അതോടൊപ്പം മഞ്ചേരിയിലൊരു നല്ല സ്റ്റേഡിയം വന്നിട്ടുണ്ട്. അതിൻ്റെ സാധ്യത പൂർണ്ണമായിട്ട് ഉപയോഗിക്കാനാവും. എന്നാൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. അത് അരീക്കോട് സ്റ്റേഡിയത്തിൻ്റെ കാര്യം, തിരൂർ സ്റ്റേഡിയത്തിൻ്റെ കാര്യം, ഇതൊക്കെ പൂർത്തിയാക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അത് ഞങ്ങളെ ഒരു ദിവസം നടന്ന ചർച്ച ഈ പ്രശ്നങ്ങളായിരുന്നു ഉന്നയിക്കപ്പെട്ടത്. അതുപോലെ തന്നെ അറ്റകുറ്റപ്പണി ചെയ്യേണ്ട ഡൗൺഹിൽ സ്റ്റേഡിയം ഉണ്ടാവും. അങ്ങനെയുള്ള സ്റ്റേഡിയങ്ങൾ സജ്ജമാക്കാൻ സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ഏറ്റവും പ്രധാനം എല്ലാ സ്കൂളുകളുടെയും ഗ്രൗണ്ടുകളും നല്ല നിലവാരമുള്ളതാക്കി മാറ്റണം. കുട്ടികൾക്ക് നല്ല രീതിയിൽ കളിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടാക്കണം. അങ്ങനെ മലപ്പുറത്തെ നമ്മുടെ ഒരു ഫുട്ബോളിൻ്റെ കേന്ദ്രമാക്കി ഉയർത്താൻ കഴിയണം. പിന്നൊരു പ്രശ്നം, മലപ്പുറം നദികൾ കൊണ്ടും സമ്പന്നമാണ്. നല്ല പ്രധാനപ്പെട്ട നദികൾ ഇവിടെയുണ്ട്. ചാലിയാറുണ്ട്, കടലുണ്ടിപ്പുഴയുണ്ട്, നമ്മളെ പ്രസിദ്ധമായ ഭാരതപ്പുഴയുണ്ട്, തിരൂർ പുഴയുണ്ട്. പക്ഷെ നല്ല മലിനീകരണവും ഇതിൻ്റെ കൂടെ നിൽക്കുന്നത്. അത് വലിയ തോതിലാണ്. ചില കാര്യത്തിൽ ഈ പറഞ്ഞ ചിലതിൽ മലിനീകരണം തടയാനുള്ള നടപടിയൊക്കെ സ്വീകരിച്ചു, മലിനീകരണ വിമുക്തമായി എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോഴും അതൊരു ശരിയായ രീതിയിൽ മലിനീകരണത്തിൽ നിന്ന് വിമുക്തമായിട്ടില്ല. അപ്പോൾ നമ്മുടെ ഭാവി തലമുറക്ക് വളരെ പ്രധാനമാണ് ഈ നദി വീണ്ടെടുക്കൽ. എല്ലാ നദികളും അതിൻ്റെ ശരിയായ രീതിയിൽ വീണ്ടെടുക്കാൻ കഴിയണം, മാലിന്യ വിമുക്തമാക്കാനാവും. അതോടൊപ്പം ഇവിടങ്ങളിലെല്ലാം നല്ല രീതിയിൽ കണ്ടൽ കാടുകളുണ്ട്. ആ കണ്ടൽ കാടുകൾ സംരക്ഷിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. പക്ഷി സങ്കേതം, മത്സ്യസങ്കേതമൊക്കെ ഈ കണ്ടൽക്കാടിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. കടലുണ്ടിപ്പുഴയിൽ അല്ലാതെ തന്നെ പക്ഷികൾ വരാറുണ്ട് നമുക്കറിയാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ ചില കണ്ടൽക്കാടുകൾ സ്വകാര്യ വ്യക്തികളുടേതായിരിക്കും. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് അവരുടെ കൂടി പങ്കാളിത്തത്തോടെ അത് സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതിയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഇതിൽ കണ്ടലെന്ന് പറഞ്ഞാൽ ഒരേ തരത്തിലുള്ളതല്ല, വൈവിധ്യങ്ങളുണ്ട്. അപ്പോൾ ആ കണ്ടൽ വൈവിധ്യങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യാൻ കഴിയണം. എന്നാൽ കുട്ടികൾക്കൊക്കെ അത് വളരെ ഉപകാരപ്രദമായിരിക്കും അത് പഠിക്കുന്നതിന്. പിന്നെ ഒരു പ്രശ്നം, നേരത്തെ പ്രഖ്യാപിച്ചൊരു പദ്ധതിയാണ്. അതാണ് ഈ കണ്ടെയ്നർ കോറിഡോർ. അത് വലിയൊരു പദ്ധതിയായിട്ട് പ്രഖ്യാപിച്ചതാണ്. കോഴിക്കോട് മുതൽ വല്ലാർപാടം വരെയുള്ളൊരു പദ്ധതി. ഒരു തീരദേശ ഇടനാഴി എന്ന തരത്തിലാണ് അത് കണ്ടിരുന്നത്. 2000 കോടി രൂപയുടെ പദ്ധതി എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഇപ്പോൾ ആർക്കും അത് ഓർമ്മയില്ല, നിങ്ങൾ തന്നെ അത് ഓർക്കുന്നില്ലാതാ തോന്നുന്നത് ആ പദ്ധതിയെപ്പറ്റി. അതിലാകെ സംഭവിച്ചത് 5 കിലോമീറ്റർ അതിൻ്റെ ഭാഗമായിട്ട് പണി തീർത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അത് ഈ തവനൂരും താനൂരും ബന്ധിപ്പിക്കുന്ന ആ ഒരു ഭാഗം ഒരു 5 കിലോമീറ്റർ പണി തീർത്തിട്ടുണ്ട്.
അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുൻപോ മറ്റോ ഉദ്ഘാടനം ചെയ്തിരുന്നത്. ബാക്കിയൊരു കാര്യവും അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. അപ്പോൾ അതും ഈ ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. പിന്നെ ഒരു പ്രശ്നം, ഇവിടെയാണ് മുൻപ് സാക്ഷരതാ പ്രഖ്യാപനം 1990 നടത്തിയത്. ചേലക്കോടൻ ഐഷ അക്ഷരം പഠിച്ചിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയവരാണ്. ഇപ്പോഴുള്ള ചില പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പല കാരണങ്ങളാൽ 10ാം ക്ലാസ്സിന് മുൻപ് കൊഴിഞ്ഞു പോകുന്നവരുണ്ട്. പലതായിരിക്കും കാരണം. പിന്നെ അവർ 10ാം ക്ലാസ് പഠിക്കണമെന്ന് 10ാം ക്ലാസ് പാസ്സാകണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനൊരു പദ്ധതി വേണം. ആ പദ്ധതിക്ക് നല്ലത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സാക്ഷരതാ മിഷനും ചേർന്നുകൊണ്ടാണ്. രണ്ടു കൂട്ടരും ചേർന്നുകൊണ്ടൊരു പദ്ധതി തയ്യാറാക്കിയാൽ ആ ആളുകൾക്ക് 10ാം തരം പാസ്സാകുന്നതിന് വഴിയൊരുക്കാൻ കഴിയും. ധാരാളം ആളുകൾ അങ്ങനെ ഉണ്ടാകാനാണ് ഇട എന്നാണ് തോന്നുന്നത്. മലപ്പുറത്തിൻ്റെ കാര്യം പറയുമ്പോൾ മലപ്പുറത്താണ് 1998 കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. അത് ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നെ കേരളത്തിൻ്റെ കുടുംബശ്രീ ലോക ശ്രദ്ധ തന്നെ പിടിച്ചു പറ്റിയിട്ടുണ്ട്. കുടുംബശ്രീക്കും ഒരു മാതൃക ഇവിടെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഇവിടെ ഒരു പഞ്ചായത്ത് നല്ല രീതിയിൽ കൃഷി നടത്തി നല്ല ഇനം അരി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ആലങ്കോടോ മറ്റോ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്നാണ് തോന്നുന്നത്. അത് കാണിക്കുന്നത് കുടുംബശ്രീയെ പലതരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ്. അതും നമ്മൾ നല്ല നിലക്ക് തന്നെ ഇന്ന് കുടുംബശ്രീയെ തകർക്കാൻ നോക്കുന്നൊരു ഘട്ടമായതുകൊണ്ട് ആ കുടുംബശ്രീയെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മലപ്പുറത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ കണ്ടില്ലേ, ഇവിടെ ഒരു സാന്ത്വന പരിപാടി ഭിന്നശേഷിക്കാരായ കുറേ ആളുകൾ ഇന്നിവിടെ പങ്കെടുക്കുകയുണ്ടായി. അതിവിടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും മുനിസിപ്പൽ കൗൺസിലും മറ്റ് എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ളൊരു പരിപാടിയായിട്ടാണ് അത് നടക്കുന്നത്. ഇവിടെ ഇത്തരത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ ജില്ലയിൽ. അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പ്രവാസികൾ ഉണ്ട്. പ്രവാസികൾ നല്ല പങ്ക് ആ കാര്യത്തിൽ വഹിക്കുന്നു. ചിലയിടങ്ങളിൽ ഡയാലിസിസ് യൂണിറ്റ്, മറ്റ് ചികിത്സാ സംവിധാനങ്ങൾ, ഇതെല്ലാം ഈ ജില്ലയുടെ വിവിധ മേഖലകളിൽ ഉണ്ടാക്കാൻ ഇത്തരം കൂട്ടായ്മകളുടെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു പങ്കാണ് ഇത്തരം സമൂഹത്തിൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. അപ്പോൾ അവരെ അങ്ങനെയുള്ള സുമനസ്സുകളെ അഭിനന്ദിക്കാൻ ഈ ഘട്ടം നവകേരള മാർച്ച് ഉപയോഗിക്കുക. അത്തരത്തിലുള്ള ഒട്ടേറെ സുമനസ്സുകൾ ഇവിടെ ഉണ്ട് എന്ന് കാണുന്നതുകൊണ്ടാണ് അത്തരത്തിലൊരു അഭിനന്ദനം തന്നെ രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഇതിനോടൊപ്പം ഇവിടെ മുനിസിപ്പാലിറ്റി ചെയ്തതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കാനാവുക? അതത് സ്ഥലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് മുൻകൈ എടുക്കേണ്ടത്. അതിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പറ്റും. സാന്ത്വന പ്രവർത്തനങ്ങളാകാം, പിന്നെ നാട്ടിൻ്റെ മറ്റ് ഒട്ടേറെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പറ്റും. അത് ഓരോ സ്ഥലത്തും ഓരോ രീതിയായിരിക്കും. എന്നാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവ ആലോചിക്കേണ്ടതാണ് എന്നാണ് തോന്നുന്നത്. പ്രവാസികളെക്കുറിച്ച് പറയുമ്പോൾ ഗവൺമെൻറ് ഒരു വർഷം മുൻപ് ഒരു NRI കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു. ഒരു കാര്യവും നടന്നില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ മുഖ്യമന്ത്രി വീണ്ടും ഒരു ഓർമ്മിപ്പിക്കൽ NRI കമ്മീഷനെ പറ്റി പറഞ്ഞു. ഇപ്പോഴും എവിടെ എത്തിയിട്ടില്ല. അത് പെട്ടെന്ന് തന്നെ ഫലസിദ്ധിയിൽ എത്തിക്കാൻ കഴിയണം. മറ്റ് കാര്യങ്ങൾ പ്രവാസികളെ സംബന്ധിച്ച് നേരത്തെ തന്നെ പൊതുയോഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കേരളത്തിലെ പ്രവാസികളിൽ ഒരു 20% പേർ മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണ്.
നമ്മുടെ നാടിൻ്റെ യഥാർത്ഥ തകർച്ച പ്രതിഫലിക്കാതിരിക്കുന്നത് പ്രവാസികളുടെ സംഭാവന കൊണ്ടാണ്. അതാണ് യഥാർത്ഥ വസ്തുത. അത്രയും വലിയ പങ്കാണ് പ്രവാസികൾ ഇതിൽ വഹിക്കുന്നത്. ഇങ്ങനെ മലപ്പുറത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. അത് എല്ലാം ഇപ്പോൾ വിശദമായിട്ട് പോകുന്നില്ല. ഇപ്പം നമ്മുടെ സോളാർ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പങ്കാളിത്തം നല്ല രീതിയിൽ തന്നെ വിളിക്കു വന്നു കഴിഞ്ഞു. സോളാർ കമ്മീഷന് മുന്നിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിലൂടെയാണ് ഇത് വന്നിട്ടുള്ളത്. അതായത് കമ്മീഷന് മുന്നിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം പ്രസ്താവിച്ചത്. അതോടൊപ്പം അവിശ്വസനീയമായ കാര്യങ്ങളും പറയാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു മുഖ്യമന്ത്രിയോട് നുണ പരിശോധനയ്ക്ക് തയ്യാറാകുമോ എന്ന് കമ്മീഷൻ്റെ മുന്നിൽ ഒരു വക്കീൽ ചോദിക്കാനിടയായി. അങ്ങനെ ചോദിക്കാൻ ഇടവന്നു എന്നുള്ളത് തന്നെ വലിയ അവമാനകരമായ സംഭവമാണ്. ഇവിടെ സരിതാ നായരെ കണ്ടിട്ടേ ഇല്ല എന്നായിരുന്നു ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞത്. നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ. കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞത് പൊളിഞ്ഞത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പീപ്പിൾ ചാനല് ഉമ്മൻചാണ്ടിയുടെ പിറകിൽ നിന്ന് സരിത വന്നിട്ട് ചെകിട്ടിൽ സ്വകാര്യം പറയുന്ന ഒരു ദൃശ്യം പുറത്തു വന്നു. അതോടെ പിന്നെ കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റാതെയായി. ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് ആരോ ഒരാൾ വേദിയിലിരിക്കുമ്പോൾ പിറകിൽ നിന്ന് ചെവിയിലെന്തോ പറഞ്ഞിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അത് സരിതയാണോ എന്നറിയില്ല. ഇങ്ങനെയുള്ളതാണ് ഉമ്മൻചാണ്ടിയുടെ മൊഴികൾ. ഇപ്പോൾ ശ്രീധരൻ നായരെ പറ്റി പറഞ്ഞത് ശ്രീധരൻ നായരെ കണ്ടിട്ടില്ല എന്നാണ്. എന്നാൽ ശ്രീധരൻ നായരും സരിതയും കൂടി മുഖ്യമന്ത്രിയെ കണ്ടു എന്നത് ADGP ഹേമചന്ദ്രൻ കമ്മീഷന് മുന്നിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വസ്തുത മറച്ചു വെച്ചുള്ള മൊഴിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഒരു പരിചയമില്ലാത്ത ആളെ ഡിയർ മിസ്റ്റർ RB നായർ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് കത്ത് കൊടുത്തത് എന്തടിസ്ഥാനത്തിലാണ്? ബിജു രാധാകൃഷ്ണൻ മുഖ്യമന്ത്രി കൊടുത്ത കത്തിലെ സംബോധനയാണല്ലോ ഇത്, ഡിയർ മിസ്റ്റർ RB നായർ. അപ്പോൾ അവിടെ കമ്മീഷൻ തന്നെ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, ഇങ്ങനൊരു കത്ത് കൊടുക്കാനിടയാകുന്നത് നേരത്തെ അറിയുമെന്നതിൻ്റെ തെളിവല്ലേ എന്ന് ചോദിക്കുന്നതല്ലേ തന്നെ ഉണ്ടായി. അപ്പോൾ എല്ലാവർക്കും മുഖ്യമന്ത്രിയുടെ കള്ളക്കളി മനസ്സിലായിരിക്കുന്നു എന്നർത്ഥം. ഡൽഹിയിൽ വെച്ച് മുഖ്യമന്ത്രിയെ കാണാൻ അവസരമൊരുക്കിയത്, സരിതയ്ക്ക് കാണാൻ അവസരമൊരുക്കിയത് തോമസ് കുരുവിളിയായിരുന്നു. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അവിടെ സരിത ഉണ്ടായിരുന്നോ എന്ന് അറിയില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്ന നിലയാണ് കമ്മീഷന് മുന്നിൽ മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അത് അദ്ദേഹത്തിന് എന്തെല്ലാമോ മറച്ചു വെക്കാനുണ്ട് എന്ന് കൂടുതൽ വ്യക്തമാക്കുകയാണ്. ഇതിലൂടെ ആ കേസിലുള്ള അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തമാണ് നല്ല രീതിയിൽ മറനീക്കി പുറത്തു വന്നിട്ടുള്ളത്. ബാർക്കോഴയുമായി ബന്ധപ്പെട്ടിപ്പോൾ 2 ആളുകൾ രാജിവെച്ച് കഴിഞ്ഞു. ഇനി 3 പേര് ബാക്കി നിൽക്കുന്നുണ്ട്. അതിലൊന്ന് മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് യഥാർത്ഥത്തിൽ അധികാരത്തിൽ തുടരാൻ അർഹതയില്ല. ബാബുവിന് വേണ്ടിയാണ്
മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ബാബു എല്ലാ കാര്യവും ചെയ്തിട്ടുള്ളത്. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ബാബു പുറത്തു പോകാനിടയായ സാഹചര്യം അത് മുഖ്യമന്ത്രിക്കും ബാധകമായിട്ടുള്ളതാണ്. എന്നാൽ ബാബുവിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാട് നോക്കണം. രാജിക്കത്ത് കീശയിൽ സൂക്ഷിക്കുകയാണല്ലോ ചെയ്തത്. മാണിയുടെ കാര്യം വന്നപ്പോൾ രാജിക്കത്ത് അപ്പം തന്നെ കൊടുത്തിരുന്നു. അന്ന് ആ കിട്ടിയ സമയം തന്നെ കൊടുത്തയച്ചു. ബാബുവിൻ്റെ കാര്യം വന്നപ്പോൾ അപ്പീൽ പോയി അഡ്വക്കേറ്റ് ജനറൽ കോടതിയെ സമീപിച്ച് കുറ്റവിമുക്തനാക്കാൻ കഴിയുമോ, സ്റ്റേ തൽക്കാലം വാങ്ങാൻ പറ്റുമോ, ഇതാണ് നോക്കിയത്. അവസാനം കോടതി അത് അംഗീകരിച്ചില്ല. അപ്പോൾ ബാബുവിൻ്റെ കാര്യത്തിൽ പ്രത്യേക നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. ഇതിൽ കോടതി ഉത്തരവ് രണ്ടുപേരുടെ കാര്യത്തിലുണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതി മാണിയുടെ കാര്യത്തിൽ ഉത്തരവിട്ടിട്ടുണ്ട്. അതിനെതിരെ അപ്പീൽ പോയിട്ടില്ല. ബാബുവിൻ്റെ കാര്യം വന്നപ്പോൾ അപ്പീൽ പോവുകയാണ്. അപ്പോൾ രണ്ടും നീതിയാണ് സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് നേരെ മുഖ്യമന്ത്രി കാണിക്കുന്നത്. ഇത് മുഖ്യമന്ത്രിക്ക് സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്നാണ് കാണിക്കുന്നത്. അടുത്തയാൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹമാണ് വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് വിജിലൻസിൻ്റെ അധിപനായിട്ടിരിക്കാൻ അർഹതയേയില്ല. കാരണം ഹൈക്കോടതി പറഞ്ഞു വിജിലൻ്റ് അല്ലാത്ത വിജിലൻസാണ് ഇവിടെയുള്ളത്. വിജിലൻസ് കോർട്ട് പറഞ്ഞു ഗാന്ധീവൻ നഷ്ടപ്പെട്ട അർജുനാണ് വിജിലൻസ്. അപ്പോൾ രണ്ടിൻ്റെ അർത്ഥം വിജിലൻസ് വകുപ്പിനെ വിജിലൻസ് വകുപ്പ് അല്ലാതാക്കിയിരിക്കുന്നുവെന്നാണ്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റ് വിജിലൻസ് മന്ത്രി രാജിവെച്ചൊഴിയേണ്ടതാണ്. ഇവർക്കെല്ലാം എതിരെ നേരത്തെ ബിജു രമേശ് പറഞ്ഞിട്ടുണ്ട്. അത് വേറൊരു ഭാഗം. ആരോപണങ്ങൾ ഉയർന്ന മറ്റൊരു മന്ത്രിയാണ് ശിവകുമാർ. പിന്നെ അത് വലിയ തുടർച്ചയുണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ആരോപണ വിധേയരായവർ രണ്ടുപേര് രാജിവെച്ചൊഴിഞ്ഞു. ഇനിയും ആളുകൾ മന്ത്രിസഭയിൽ അവശേഷിക്കുകയാണ്. അതിൽ ആദ്യം തന്നെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടത് മുഖ്യമന്ത്രി രാജിവെച്ച് മാറലാണ്. ഇതാണ് പൊതുവിൽ പറയാനുള്ളത്. അതെ, ആരോപണ വിധേയരായവരിൽ ഇവരെല്ലാം ഉണ്ട്. അതിൽ രമേശ് ചെന്നിത്തലയുണ്ട്. ഈ സോളാർ കമ്മീഷൻ മുമ്പാകെ മുഖ്യമന്ത്രി തുടർപരിശോധനയ്ക്ക് വിധേയമാകണമെന്ന് പറയുന്നു. നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാകണോ വിധേയമാകണ്ടേ എന്ന് ഞാൻ പറയുന്ന പ്രശ്നമല്ല. ഒരു കമ്മീഷന് മുന്നിൽ രാവിലെ 11 മണിക്ക് മൊഴി കൊടുക്കൽ ആരംഭിച്ച് പുലർച്ചെ വരെ, പിറ്റേ ദിവസം പുലർച്ചെ വരെ മൊഴി കൊടുക്കുന്നൊരു മുഖ്യമന്ത്രി, അങ്ങനൊരു മുഖ്യമന്ത്രി കേരളത്തിലേതായാലും ഉണ്ടായിട്ടില്ല, രാജ്യത്തെവിടെയും ഉണ്ടായിട്ടില്ല. ഈ ലോകത്ത് തന്നെ അത്തരം ഒരു ഭരണാധികാരിയെ കാണാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ നാടല്ലേ അവമാനിതമായത്. നമ്മളെല്ലാവരും അവമാനിതരായിരിക്കുകയാണല്ലോ ഇത്തരമൊരു മുഖ്യമന്ത്രി അധികാരത്തിലിരിക്കുന്നു എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞ മൊഴി വിശ്വസിക്കത്തക്കതല്ല എന്നുള്ളത് കൊണ്ട് ആ കമ്മീഷന് മുന്നിൽ ചോദ്യം വരികയാണ്, നിങ്ങൾ നുണപരിശോധനയ്ക്ക് വിധേയനാകാൻ തയ്യാറാണോ? അത് എൻ്റെ അഭിപ്രായമല്ല.
എൻ്റെ അഭിപ്രായത്തിൽ അത്തരം ഒരു ചോദ്യം വരാനിടയായ പ്രശ്നമാണ് കാണേണ്ടത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണല്ലോ അദ്ദേഹം. ആ മുഖ്യമന്ത്രിയുടെ വാചകം വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നുണപരിശോധനയ്ക്ക് വിധേയനാകാൻ തയ്യാറാണോ എന്ന് അതിലുള്ളൊരു കക്ഷി ചോദിക്കുകയാണ്, ഒരു വക്കീൽ ചോദിക്കുകയാണ്. അപ്പോൾ അത്രമാത്രം അപമാനിതമായിരിക്കുകയാണ് കേരളം. ആ വശമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അലിഗൻറ്റിൻ്റെ യൂണിറ്റ് ഇവിടെ കൊണ്ടുവരുന്നതിന് നല്ല മുൻകൈ നേരത്തെ LDF ഗവൺമെൻറ് എടുത്തതാണ്. അത് ഇവിടെ നല്ല പ്രൗഢിയോടുകൂടി നിലനിൽക്കണമെന്ന് തന്നെയാണ് LDF ഗവൺമെൻറ് ആഗ്രഹിച്ചത്. പക്ഷേ നിർഭാഗ്യകരമായൊരു വശമാണ് ഉണ്ടായിട്ടുള്ളത്. അത് അനാവശ്യമായ വിവാദങ്ങൾ, കാര്യങ്ങൾ, ഇതൊക്കെ വിവാദങ്ങളാണല്ലോ UDFൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റുദ്ദേശങ്ങളാണല്ലോ എല്ലാ കാര്യത്തിലും. അതിൻ്റെ ഭാഗമായി ഉദ്ദേശിച്ച രീതിയിൽ അത് ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് കൂടുതൽ മികവിലേക്ക് നീങ്ങേണ്ടതായിട്ടുണ്ട്. എങ്ങനെ തെരഞ്ഞെടുപ്പ് വേറെ, തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ നവകേരള മാർച്ചൊന്നും ആവശ്യമില്ലായിരുന്നു. നേരത്തെ തന്നെ എല്ലാവർക്കും ബോധ്യമാണല്ലോ ഇവിടെ LDF ആണ് നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുന്നത്. എല്ലാവർക്കും ഉള്ളൊരു ബോധ്യത്തിൽ ഞങ്ങളെന്തിനാണ് മാറി നിൽക്കുന്നത്? ഞങ്ങളും ആ ബോധ്യത്തിൽ തന്നെയാണല്ലോ നിൽക്കുന്നത്. നവകേരള മാർച്ച് ചർച്ച ചെയ്യുന്നത് കേരളത്തിൻ്റെ പ്രശ്നങ്ങളാണ്. കേരളം എത്രത്തോളം പുറകോട്ട് പോയിരിക്കുന്നു, എന്തെല്ലാം ഇനി നമ്മൾ ചെയ്യണം, ഈ കാര്യങ്ങളാണ് നവകേരള മാർച്ച് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ അനുഭവം ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ജനലക്ഷങ്ങൾ സ്വീകരിക്കുന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മാർച്ചിൻ്റെ ഭാഗമായി ലക്ഷങ്ങളാണ് ഇപ്പോൾ അണിനിരന്ന് കഴിഞ്ഞിട്ടുള്ളത്. അത് മാർച്ചിൻ്റെ സ്വീകാര്യത തന്നെയാണ് കാണിക്കുന്നത്. ഈ കേരളം പുനർനിർമ്മിക്കണം എന്ന നില തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി ഉള്ളത്. എന്താ പ്രത്യേകം ചോദിച്ചാലേ പറയാൻ പറ്റുമോ? ഞങ്ങളെ കാണുന്നത് വിവിധ രംഗങ്ങൾ പുറകോട്ട് പോയിട്ടുണ്ട്. അത് കാർഷിക രംഗമുണ്ട്, വ്യാവസായിക രംഗമുണ്ട്, പരമ്പരാഗത വ്യവസായ മേഖലയുണ്ട്, ആരോഗ്യ രംഗമുണ്ട്, വിദ്യാഭ്യാസ രംഗമുണ്ട്, എല്ലാ രംഗമുണ്ട്. എല്ലാ രംഗവും പുറകോട്ടാണ്. ഇപ്പോൾ ഇവിടുത്തെ മലപ്പുറത്തിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അത്തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കാലാനുസൃതമായി വികാസം പ്രാപിക്കണം. ഇതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം. അപ്പോൾ പുറകോട്ട് പോയി എന്നതിലാണ് ഞങ്ങൾ ഗൗരവമായ സമീപനം എടുക്കുന്നത്. ദേശീയപാത സമരങ്ങൾ, പ്രതിരോധ സമരങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. ഈ വിഷയത്തിൽ ഇനിയും സമരങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇങ്ങനെ സമരങ്ങൾ വരുമ്പോൾ CPMൻ്റെ ഒരു നിലപാടെന്തായിരിക്കും? ഞങ്ങൾക്ക് വ്യക്തമായ സമീപനം അക്കാര്യത്തിലുണ്ട്. അത് ഈ പൊതുയോഗങ്ങളിലും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഗെയിൽ എന്ന് പറയുന്നത് ഒരു ഗ്യാസ് പോകുന്ന കാര്യമാണ്. LNG നമ്മുടെ നാടിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ആ സ്ഥലം എടുക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട് ചില പരാതികളുണ്ടാകും, സ്വാഭാവികമാണ്. അവരുമായി ചർച്ച ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കണം. അവർക്ക് ഉള്ള ആശങ്കകൾ ദൂരീകരിച്ച് ചർച്ചയ്ക്ക് മുൻകൈ എടുത്താൽ ആരും ഇത്തരം കാര്യങ്ങൾ സമ്മതിക്കും. ആ പദ്ധതി യാഥാർത്ഥ്യമാക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ നാഷണൽ ഹൈവേയുടെ വികസനവും നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അതും ജനങ്ങളുമായി ചർച്ച ചെയ്ത്, സ്ഥല ഉടമകളുമായി ചർച്ച ചെയ്ത് നല്ല സ്വീകാര്യമായ പുനരധിവാസ പാക്കേജ് കൊടുക്കണം. അങ്ങനെ വന്നാൽ എല്ലാവരും അതുമായി സഹകരിക്കും. ഈ രണ്ട് പദ്ധതിയും നാട്ടിൽ വേണ്ടത് തന്നെയാണ്. ദേശീയപാതയ്ക്ക് 30 മീറ്റർ മതി എന്നാണ് ഒരു പറയുന്നത്. 45 മീറ്റർ തന്നെ വേണമെന്ന് പറയുന്നത് ദേശീയപാത അതോറിറ്റി. ഈ ഒരു തർക്കം 40 മീറ്റർ തന്നെ വേണമെന്നല്ലേ? നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ഈ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തുള്ളൊരു കാര്യം വേണ്ടു എന്നുള്ള നില എടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ എൻ്റെ ഒരു വാഹനം പോകാൻ ഇത്ര മതി എന്നൊരു നിലയല്ല എടുക്കുന്നത്.
നമ്മളിപ്പോൾ കുറേ കാലം മുമ്പ് ഒരു നിങ്ങൾക്കിപ്പോൾ അധികം കാലമായിട്ടില്ല, എന്നാലും നിങ്ങളെ പിന്നെ പ്രായമുള്ളവരോട് ചോദിച്ചു നോക്കി ഈ നമ്മളെ റോഡുകളൊക്കെ എത്ര ഇടുങ്ങിയതായിരുന്നു. അന്ന് ആ റോഡ് മതി, കാരണം അത്ര ചെറിയ വാഹനമേ നമുക്കുള്ളൂ, ആകെ 2-3 വാഹനം പോകും. ഇപ്പോൾ കാണുന്ന റൂട്ടിൽ 1-2 ബസ് ഏതെങ്കിലും സമയത്ത് പോയി എന്നായി, ഇത്രയേ ഉള്ളൂ. ഇത് മാറിയല്ലോ, ആളുകളെല്ലാം സഞ്ചരിക്കുന്ന നില വന്നു, വാഹന സൗകര്യം വർദ്ധിക്കുന്നു, അപ്പോൾ വാഹന പെരുപ്പം ഉണ്ടാകുന്നു. ഇനി അതൊന്നും നമുക്ക് വേണ്ടാന്ന് വെക്കാൻ കഴിയില്ല. അപ്പോൾ ദീർഘകാലം അപ്പുറത്തേക്ക് നമ്മൾ ലക്ഷ്യമുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഇന്നത്തെ കാലമല്ല, ഒരു 50 വർഷം അപ്പുറം നമ്മുടെ നാട് എങ്ങനെയിരിക്കും അതെങ്കിലും കണ്ടുകൊണ്ടായിരിക്കണം ഈ റോഡ് വികസനം എന്ന് പറയുന്നത്. അങ്ങനെ വന്നാൽ 60 മീറ്റർ എന്ന് പറയുന്നതിലൊരു തെറ്റുമില്ല. പക്ഷേ നമ്മുടെ കേരളത്തിൽ വല്ലാത്ത ജനസാന്ദ്രതയാണ്. അപ്പോൾ 60 മീറ്ററിന് ഒട്ടേറെ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും കൂടി 45 മീറ്റർ എന്ന് അംഗീകരിച്ചത്. ആ 45 മീറ്റർ എന്നത് നടപ്പാക്കാൻ ഗവൺമെൻറ് മുൻകൈ എടുക്കുകയാണ് വേണ്ടത്. ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തത് ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആലോചിക്കാമെന്നാണ്. സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത നിലപാടാണത്. സമൂഹത്തോട് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നുവെങ്കിൽ ആ പറയുന്ന നിലപാടെല്ലാം എടുക്കുക. ഇത് മാറ്റി ഇപ്പം തന്നെ പ്രായോഗികമാക്കാൻ ആളുകളുമായി സംസാരിച്ച് ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് നിലപാടെടുക്കുകയായിരുന്നു വേണ്ടത്. ഞങ്ങളുടെ അഭിപ്രായം 45 മീറ്റർ തന്നെ വേണമെന്നുള്ളതാണ്. കിട്ടാവുന്ന സ്ഥലത്ത് 60 എടുക്കുന്നതിന് ഞങ്ങളിതില്ല. അപ്പോൾ നമുക്ക് ഏതായാലും ഇന്നലെ ഒരു ദിവസം ഒഴിവായിരുന്നു, നമ്മൾ തമ്മിൽ കണ്ടില്ല, അത് സാരമില്ല, ഇനി നമുക്ക് പിന്നീട് കാണാം. ഒരു കാര്യം കൂടി, മലപ്പുറം ജില്ലാ വിഭജനം ചർച്ചയാണ്. ജില്ലാ വിഭജനത്തിൻ്റെ കാര്യത്തിൽ CPM-ൻ്റെ അഭിപ്രായം ഞങ്ങളുടെ മുമ്പിൽ അങ്ങനൊരു വിഷയമില്ല. ശരി, ഒരു കാര്യം കൂടി, CPI നേതാവ് വാറടക്കേണ്ട കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല, അത് ഗവൺമെൻറ് തീരുമാനിക്കേണ്ടതാണ്. ഞങ്ങളെ ഗവൺമെൻറ് വരുന്നുണ്ടെങ്കിൽ അന്നേരം ഞങ്ങൾ ആലോചിക്കാം. ഞങ്ങൾക്ക് മദ്യത്തെക്കുറിച്ചൊരു നയമുണ്ട്, അത് മദ്യനിരോധനമല്ല, മദ്യവർജനമാണ്. അത്രത്തോളം ഞങ്ങളിപ്പം തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഗവൺമെൻറ് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ആലോചിക്കാം. ഞാൻ തന്നെയാണ് ചോദിച്ചത്. CPI നേതാവ് കാനരാജൻ ഇന്നലെ പറഞ്ഞു കേരളത്തിൽ മദ്യനിരോധനം സാധ്യമല്ല, വർജനമാണ്, നിയന്ത്രണമാണ്. നിലവിലെ സർക്കാർ വരുമ്പോൾ മദ്യനയത്തിൽ എന്തായിരിക്കും സർക്കാർ? അത് സർക്കാർ വന്നാൽ ആലോചിക്കേണ്ട കാര്യമല്ലേ, ഇപ്പോൾ ഇത്രയേ പറയാൻ പറ്റും. നിലവിലെ മദ്യനയത്തിൽ ഒരു തിരുത്തൽ CPM-ൻ്റെ ഭാഗത്തുണ്ടാവും, അങ്ങനെ അതൊക്കെ ഗവൺമെൻറ് വന്നാൽ ആലോചിക്കേണ്ട കാര്യമാണ്. ഗവൺമെൻറ് ചെയ്യുന്നത് ഓരോ വർഷത്തേക്കുള്ള മദ്യനയമാണ്, എല്ലാ കാലത്തേക്കുള്ളതല്ല. മദ്യവർജനത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, അത്രയും ഞങ്ങൾക്ക് ഇപ്പോൾ പറയാൻ പറ്റും. അല്ല, ഇപ്പോഴത്തെ മദ്യനയം ശരിയല്ല എന്നൊരു തോന്നലുണ്ടോ? നമുക്ക് പിന്നീട് ഒരു പത്രസമ്മേളനം വെച്ചിട്ട് അത് വിശദമായിട്ട് ചർച്ച ചെയ്യാം. നമുക്കിനി പോകണമല്ലോ, വേറെ പ്രശ്നമൊന്നുള്ളതുകൊണ്ടല്ല, വിശദമായിട്ട് പറയണല്ലോ. ശരി. പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിന്റെ തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടത്.